ഹായ് 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 ഹലോ 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 ഹലോ. യെസ്, ആരൊക്കെയുണ്ട് ഇവിടെ? ഹായ് മുദ്ര. ഹലോ. ഹായ്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സാറിന് പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. സാറ് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഓക്കെ ആണ്, ക്ലിയർ ആണ് അല്ലേ? ഇല്ലേ? ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. ദെൻ ഇവരെന്തെങ്കിലും സംസാരിച്ച് ഒന്നുകൂടെ സംസാരിച്ച് എന്തെങ്കിലും ഒരു ഹായ് തന്നേ. ഹായ്. എന്തോ സൗണ്ട് ഇഷ്യൂ ഉണ്ടല്ലോ, പറയുന്നത് കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഒന്നുകൂടെ സംസാരിച്ച് എന്തെങ്കിലും സംസാരിച്ച്. ആ യെസ്, ഇപ്പൊ കേൾക്കുന്നുണ്ട്. സെറ്റ്. ഓക്കെ മുദ്ര, നമുക്കൊന്ന് പരിചയപ്പെടാം. യെസ് അല്ലെ, നമുക്കൊന്ന് പരിചയപ്പെടാം. ക്യാമറ നേരെ വെച്ച് കാണുന്നില്ലല്ലോ. ഓക്കെ, നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ യെസ്. മുദ്ര, സാറിന്റെ പേരെന്താണെന്ന് അറിയോ? സാറിന്റെ പേര് ആശിഷ് എന്നാണ്. ഓക്കെ, സാറിന്റെ സ്ഥലം തൃശ്ശൂരാണ്. അതുപോലെ മുദ്രയുടെ സ്ഥലം എവിടെയാണ്? കോഴിക്കോടാണ്. ആഹാ, കോഴിക്കോട്. കോഴിക്കോട് എനിക്ക് ആകെ കുറച്ച് സ്ഥലം മാത്രമേ അറിയുള്ളൂ. ബാലുശ്ശേരി, മണ്ണഞ്ചിറ എന്ന് പറയുന്ന സ്ഥലങ്ങൾ മാത്രമേ സാറിന് അറിയുള്ളൂ. കൊയിലാണ്ടി അറിയാം. പിന്നെ എവിടെയാണോ? ഇവിടെ എവിടെയെങ്കിലും ആണോ? എവിടെ? അത്തോളി. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ്. മുദ്രയ്ക്ക് ആരൊക്കെയുണ്ട്? മുദ്രയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ചേച്ചി. ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി 10ാം ക്ലാസ്സിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ്. മുദ്ര, ഈ വെക്കേഷൻ ആയിട്ട് എന്തൊക്കെയാ ചെയ്തായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തേ വെക്കേഷൻ ആയിട്ട്? പാട്ട് പഠിക്കാനോ, ഡാൻസ് പഠിക്കാനോ, ചിത്രം വരയ്ക്കാൻ പഠിക്കാനോ അങ്ങനെയൊക്കെ പോയായിരുന്നോ? പാട്ട് പഠിക്കാൻ പോയി. പാട്ടുകാരിയാണോ അപ്പോ? സാറിനൊരു പാട്ട് പാടി തരാമോ? സരിഗമ പദ്ധതി സ്വരങ്ങളാണല്ലേ പഠിക്കാൻ പോയത്? അല്ലാതെ മുദ്രയ്ക്ക് ഏതെങ്കിലും സിനിമകളിലെ പാട്ട് ഇഷ്ടമുണ്ടാവുമല്ലോ. ജസ്റ്റ് ഇങ്ങനെ വെറുതെ പാടാറില്ലേ ഏതെങ്കിലും സിനിമയിലെ പാട്ടൊക്കെ? ഇല്ലേ? ഇടയ്ക്ക് വീട്ടിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ, ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോ പാടാറില്ലേ ഒരു പാട്ട്? അത് ഏത് പാട്ടാ? അമ്മ പറഞ്ഞല്ലോ ഒരു പാട്ട് പാടാറുണ്ട്, മുദ്ര ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ട് പാടാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഏതാ പാട്ട്? ഇല്ല, പാടാറില്ല. ഓക്കെ, സാർ ചുമ്മാ പറഞ്ഞതാ. വെക്കേഷൻ ആയിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ മുദ്ര ട്രിപ്പ് പോയായിരുന്നോ? ഗുരുവായൂർ പോയി. ഗുരുവായൂരാണോ പോയത്? ഓക്കെ, ഗുരുവായൂർ പോയി. റിലേറ്റീവ്സിന്റെ വീട്ടില്, ബന്ധുക്കളുടെ വീട്ടിലെങ്ങാനും പോയായിരുന്നോ? അമ്മേന്റെ വീട്ടിൽ പോയി അല്ലെ? ഓക്കെ ഓക്കെ. അങ്ങനെ സാറ് ചോദിക്കട്ടെ, അങ്ങനെ ഗുരുവായൂർ പോയി അല്ലെ? ഗുരുവായൂർ എങ്ങനെയാണ് മുദ്ര പോയത്? കാറിലാണ് പോയത്. അങ്ങനെ കാറിൽ പോയിപ്പോ എന്തൊക്കെ കാഴ്ചകളെ കണ്ടേ? റോട്ടിൽ കൂടെ എന്തൊക്കെ കണ്ടേ? ബൈപ്പാസ്. ഓക്കെ, ബൈപ്പാസ് വഴി പോയപ്പോ വേറെ വാഹനങ്ങൾ കണ്ടില്ലേ? മറ്റുള്ള വാഹനങ്ങൾ കണ്ടില്ലേ? ദെൻ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചില ചെറിയ ചെറിയ കടകൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ കണ്ടില്ലേ? ആ, ഒരുപാട് മരങ്ങൾ കണ്ടു, കടകൾ കണ്ടു, മറ്റുള്ള വാഹനങ്ങൾ കണ്ടു, കുറെ മനുഷ്യന്മാരെ കണ്ടു ഇല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഓക്കെ, അതെപ്പോഴാണ്? ഗുരുവായൂർക്ക് പോയപ്പോ. ഇനി സാറ് ചോദിക്കട്ടെ, മുദ്ര ആകാശത്തോട്ട് പോവാണെന്നുണ്ടെങ്കിലോ, നമ്മളൊരു സ്പേസ് ഷിപ്പ്, ഇപ്പൊ നമുക്ക് ഒരുമിച്ച് ട്രിപ്പ് പോവാം. സാർ ഒരു സ്പേസ് ഷിപ്പ് ഓടിക്കും, സാറാണ് അതിന്റെ ഡ്രൈവർ എന്ന് വിചാരിക്കും. നമുക്ക് ഒരുമിച്ച് ആകാശത്തോട്ട് പോവാം. അങ്ങനെ ആകാശത്തോട്ട് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാഴ്ചകളെ കാണാം? ഒരുപാട് കാഴ്ചകൾ കാണും. എന്തൊക്കെയാണ് കാണാ? എന്തൊക്കെ? ഇപ്പൊ സാറ് പറഞ്ഞു നമ്മൾ ഗുരുവായൂർ പോയപ്പോ മറ്റുള്ള വണ്ടികൾ കണ്ടു, ബിൽഡിങ്ങുകൾ കണ്ടു. ഇതുപോലെ ആകാശത്തോട്ടാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാഴ്ചകൾ കാണും? ആ, നക്ഷത്രങ്ങളെ കാണില്ലേ? മൂൺ കാണില്ലേ? ചന്ദ്രനെ കാണില്ലേ? മറ്റുള്ള ഗ്രഹങ്ങൾ കാണില്ലേ? സൂര്യനെ കാണില്ലേ? ആ യെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആകാശത്ത് കാണൂല. നമ്മൾ ട്രിപ്പ് ആകാശത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ ആകാശത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണൂല അല്ലെ? ആ, അപ്പൊ സാറിന് അതിനെ പറ്റി പഠിപ്പിക്കാൻ പോകുന്നേ, അതാണ് സാറ് പറഞ്ഞത്. ഓക്കെ, അപ്പോ അങ്ങനെ ആകാശത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണും.
ഓക്കെ. ഇപ്പൊ സാർ ആദ്യമേ ചോദിച്ചു മുദ്രയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. മുദ്ര പറഞ്ഞു അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. എന്താണ് മുദ്രയുടെ ഫാമിലി ആണല്ലേ, അല്ലെ, മുദ്രയുടെ ഫാമിലിയാണ്. ഇതേപോലെ ആകാശത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ള സ്ഥലത്തിന് പറയുന്ന പേരാണ് എന്ത്? സോളാർ സിസ്റ്റം. പഠിച്ചിട്ടില്ലേ? 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? EVS 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അല്ലെ. അപ്പൊ സോളാർ സിസ്റ്റം, ഒരുപാട് കാര്യങ്ങളുള്ള സോളാർ സിസ്റ്റം. ആക്ച്വലി എന്താണ് ഈ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞത്? സോളാർ സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ടാവും? അതാണ് സാർ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നേ. പറഞ്ഞോ. മുദ്ര എന്തോ പറയാം, പറഞ്ഞു. എന്തൊക്കെ കാണും? സണ്ണ് കാണും, മൂൺ കാണും, സ്റ്റാർസ് കാണും അല്ലെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണും. ഓക്കെ, കണ്ടോ? അതെ, ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സൺ, ദ പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ. ഈ സൂര്യന് ചുറ്റും ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ടാവും അല്ലെ, മറ്റുള്ള ഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ. കൂടാതെ എന്തൊക്കെ കാണും? സാറ്റലൈറ്റ് ഉണ്ട്. ദെൻ മെനി അതർ സെലസ്റ്റിയൽ ബോഡീസ്. സെലസ്റ്റിയൽ ബോഡീസ് അതൊരു പുതിയ വാക്കാണല്ലേ, നമ്മൾ ഇന്നേ വരെ കേൾക്കാത്തൊരു വാക്ക്, സെലസ്റ്റിയൽ. എന്താണ് സെലസ്റ്റിയൽ എന്ന് പറഞ്ഞാൽ? യെസ്, നക്ഷത്രങ്ങൾ എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ താമസിക്കുന്നത് ഭൂമിയിലാണല്ലേ, ഭൂമിയിലല്ലേ. ഭൂമിയിലെ നമ്മൾ എന്താ പറയാ? ഭൂമിയിലെ മനുഷ്യന്മാരെന്നാണ് പറയാ അല്ലെ. ഭൂമിക്ക് അകത്തുള്ള മനുഷ്യന്മാരാണ് നമ്മൾ അങ്ങനെ പറയാറ്. അപ്പൊ ആകാശത്തുള്ളവരൊക്കെ നമുക്ക് സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയും. ഭൂമിയിലുള്ളവരെ മനുഷ്യരെന്നാണെന്നും ഹ്യൂമൻസ് എന്നാണെന്നുണ്ടെങ്കിൽ ആകാശത്തുള്ളവരെ സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയാം. സെലസ്റ്റിയൽ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ സൂചിപ്പിക്കുന്ന, അപ്പൊ തന്നെ മനസ്സിൽ ഇങ്ങോട്ട് ആലോചിച്ചോ, എന്താണ്? ആകാശത്താണ്. ഓക്കെ, സെലസ്റ്റിയൽ എന്ന് പറഞ്ഞാൽ ആകാശത്താണ്. ഓക്കെ, സാർ ആദ്യമേ പറഞ്ഞ പോലെ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫാമിലിയാണ്. സോളാർ സിസ്റ്റം ഈസ് ലൈക്ക് എ ബിഗ് ഫാമിലി. കേട്ടോ, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്. കൂടാതെ സോളാർ സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു? നമ്മുടെ ഫാമിലിയിൽ ആരാണ്? നമ്മുടെ ഫാമിലിയിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അച്ഛനായിരിക്കും നമ്മുടെ ഗൃഹനാഥൻ അല്ലെ. എല്ലാ കാര്യങ്ങളും സെറ്റ് ആയി തരുന്ന ഒരാളാണ് നമ്മുടെ അച്ഛൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഫാമിലിയിലെ ഹെഡ് ആണ് ആര്? സൺ, സൂര്യൻ. സോളാർ സിസ്റ്റത്തിലെ ഹെഡ് ആണ് ആര്? സൂര്യൻ. ഓക്കെ, ദെൻ ഈ സൂര്യന് ചുറ്റും എന്തുണ്ടാവും? 8 പ്ലാനറ്റ്സ് ഉണ്ടാവും അല്ലെ. ഈ ഹെഡിന് ഒരു 8 മക്കൾ ഉണ്ടെന്ന് വിചാരിക്കാം. സണ്ണിന് 8 മക്കളുണ്ട്. ഈ 8 മക്കളും സൂര്യന് ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാവും? റിവോൾവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ചുറ്റിക്കറങ്ങുന്നുണ്ടാകും. ഓക്കെ, ദെൻ സം പ്ലാനറ്റ്സ് ഹാവ് മൂൺ. ഈ 8 മക്കളിലെ ചില പ്ലാനറ്റുകൾക്കൊക്കെ എന്തുണ്ടാവും? മൂൺ ഉണ്ടാവും. ഭൂമിക്ക് എത്ര മൂണുണ്ട്? ഒരു മൂണല്ലേ ഉള്ളൂ. യെസ്, ഭൂമിക്ക് ഒരു മൂണാണുള്ളത്. മിടുക്കി. ദെൻ യുറാനസ് ഒക്കെ ഒരു ഗ്രഹമാണ്. അതിനൊക്കെ എത്ര മൂൺസ് ഉണ്ടെന്ന് അറിയോ? 27 മൂണൊക്കെ ഉണ്ടാവും. 27 എണ്ണം. ഭൂമിക്ക് ഒരാളുണ്ടെങ്കിൽ യുറാനസിനൊക്കെ 27 എണ്ണൊക്കെ ഉണ്ടാവും. ഒരുപാട് എണ്ണം ഉണ്ട്. ഓക്കെ, ദെൻ സാർ അടുത്ത പോയിന്റ് പറയാം. എന്താണ്? നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, ചേച്ചി, മുദ്ര മാത്രാണോ? അല്ല, കസിൻസ് ഒക്കെ ഉണ്ടാവില്ലേ? ആന്റി ഉണ്ടാവില്ലേ? മാമൻ ഉണ്ടാവില്ലേ? ഇല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് പേരുണ്ടാവും. അതേപോലെ തന്നെ സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഫാമിലിയിലെ ഹെഡാണ് സൂര്യൻ. ഈ സൂര്യൻ ആരൊക്കെ ഉണ്ട്? 8 മക്കളുണ്ട്. ഈ 8 മക്കൾക്ക് പിന്നെയും ആരുണ്ടാവും? മക്കളുണ്ടാകും. അതേപോലെ ഒരാളാണ് നമ്മുടെ മൂൺ എന്ന് പറയുന്നത്. 8 പ്ലാനറ്റ്സിന് എന്തുണ്ടാവും? മൂൺസ് ഉണ്ടാവും. ദെൻ അവിടെ കസിൻസ് പോലെ, മാമനും ആന്റിയും ഒക്കെ പോലെ ആരൊക്കെ ഉണ്ടാവും? ആസ്ട്രോയിഡ്സ് ഉണ്ടാവും, കോമറ്റ്സ് ഉണ്ടാവും. സോളാർ സിസ്റ്റത്തില് സൺ ഉണ്ടാകും, മൂൺസ് ഉണ്ടാകും, ആസ്റ്ററോയിഡ്സ് ഉണ്ടാകും, കോമറ്റ്സ് ഉണ്ടാകും, കൂടാതെ മറ്റുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടാകും. അപ്പൊ ഈ ആസ്റ്ററോയിഡ്സ്, കോമറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ? വാൽനക്ഷത്രം കേട്ടിട്ടുണ്ടോ? വാൽനക്ഷത്രം ഇല്ലേ? ഇല്ല, കേട്ടിട്ടില്ല. ഒരു നക്ഷത്രം ഇങ്ങനെ ആകാശത്തോടെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിന് നമുക്ക് വാലുള്ള പോലെ തോന്നും. അപ്പൊ നമ്മൾ അതിനെ വാൽനക്ഷത്രം എന്ന് പേരിട്ട് വിളിക്കും. വാൽനക്ഷത്രം ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടാവും ഒരു നക്ഷത്രം. നക്ഷത്രം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ആകാശത്തോടെ ഇങ്ങനെ ഓടും. അപ്പോ നക്ഷത്രത്തിന് വാലുള്ള പോലെ തോന്നും. അപ്പൊ നമ്മളതിനെ വാലുള്ള നക്ഷത്രം, വാൽനക്ഷത്രം എന്ന് വിളിക്കും. ഓക്കെ, ദെൻ ഉൽക്ക. മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ കൂട്ടിയിടിച്ച് പൊട്ടിച്ചിതറി ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളാണ്. ഓക്കെ, ഉൽക്ക വീണു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലേ? കേട്ടിട്ടുണ്ട്. യെസ്. ഓക്കെ, ദെൻ നോക്കിക്കേ, ഇങ്ങനെയാണ് എന്ത്? സൂര്യന് ചുറ്റും മറ്റുള്ള ഗ്രഹങ്ങള് റിവോൾവ് ചെയ്യുന്നത്. കണ്ടോ? സെന്ററിൽ ആരുണ്ട്? നമ്മുടെ സൂര്യനുണ്ട്. സൂര്യന് ചുറ്റും മറ്റുള്ള ഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു. മനസ്സിലായോ?
പഠിച്ചോ? ഓക്കെ, അറിയാം, മുദ്രയ്ക്ക് ഓൾറെഡി അറിയാം അല്ലേ? ഇനി സാറ് ചോദിക്കട്ടെ, സാറ് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം കൂടി ചോദിക്കാം. സൂര്യനാണോ ഭൂമിയാണോ വലുത്? സൂര്യനാണല്ലേ വലുത്. ഇനി ചോദിക്കട്ടെ, എത്ര തവണ വലുതാണ് ഭൂമിയെക്കാളും? അറിയോ? ഭൂമിയെക്കാളും എത്ര വലുതായിരിക്കും സൂര്യൻ? 10 തവണ. 10 തവണയാണോ വലുത്? അതോ 100 തവണയാണോ? അതോ 1000 തവണയാണോ? 1,00,000 തവണയാണോ? 10,00,000 തവണയാണോ? എത്ര തവണയായിരിക്കും വലുത്? അറിയില്ല അല്ലെ? സാറ് പറഞ്ഞുതരാം. സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ അകത്ത് 12 ലക്ഷം ഭൂമി ഉൾക്കൊള്ളും. 12 ലക്ഷം മടങ്ങ് വലുതാണ് ഭൂമിയെക്കാളും സൂര്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം വലുതായിരിക്കും അല്ലെ? ഭയങ്കര വലുതായിരിക്കും സൂര്യൻ എന്ന് പറയുന്നത്, ഭയങ്കര വലുതായിരിക്കും. ഇനി സൂര്യൻ എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണോ? സൂര്യൻ ഒരു ഗ്രഹമാണോ? അല്ല. പിന്നെ ആരാ? സൂര്യ സ്റ്റാർ ആണല്ലേ? സൂര്യ സ്റ്റാർ ആണ്. സൺ ഈസ് ദ നിയറസ്റ്റ് സ്റ്റാർ ഓഫ് ദ എർത്ത്. ഭൂമിക്ക് അടുത്തുള്ള സ്റ്റാർ ആണ് ആര്? സൂര്യൻ. ഓക്കെ. കൂടാതെ സൺ ക്യാൻ ഹോൾഡ് 12 lakh എർത്ത് വിത്തിൻ ഇറ്റ്. ഓക്കെ. അതായത് 12 ലക്ഷം ഭൂമി സൂര്യന്റെ അകത്ത് ഉൾക്കൊള്ളും. മനസ്സിലായോ? പഠിച്ചോ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് എന്താണ് സെലസ്റ്റിയൽ ബോഡീസ്? ആരാണ് സെലസ്റ്റിയൽ ഫ്രണ്ട്സ്? സാർ ഓൾറെഡി പറഞ്ഞു തന്നു. നമുക്ക് സെന്റൻസ് ആയിട്ടൊന്ന് വായിച്ചു നോക്കാം. മുദ്രയ്ക്ക് വീട്ടിലും സ്കൂളിലൊക്കെ ഫ്രണ്ട്സ് ഇല്ലേ? ആ, നമ്മൾ പറയില്ലേ, എന്റെ സ്കൂളിലുള്ള ഫ്രണ്ടാണ് ഇവള്, സ്കൂളിലുള്ള ഫ്രണ്ടാണ് അനഘ, അല്ലെന്നുണ്ടെങ്കിൽ വീടിന്റെ അടുത്തുള്ള ഫ്രണ്ടാണ് അമേയ, അങ്ങനെയൊക്കെ പറയൂലേ? ഇല്ലേ? ആ, അപ്പൊ ആകാശത്തുള്ള കൂട്ടുകാരാണ് ആര്? സെലസ്റ്റിയൽ ബോഡീസ്. ആകാശത്തുള്ള കൂട്ടുകാർ, സെലസ്റ്റിയൽ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് ആകാശത്തുള്ള കൂട്ടുകാരെയാണ്. ആരൊക്കെയാണ് ഈ കൂട്ടുകാര്? സൺ, മൂൺ, പ്ലാനറ്റ്സ്, സ്റ്റാർസ്, സാറ്റലൈറ്റ്സ്, ഇതൊക്കെ എന്താണ്? ആകാശത്തുള്ള ഫ്രണ്ട്സ് ആണ്. ഓക്കെ, ആകാശത്തുള്ള ഫ്രണ്ട്സ് ആണ്. സെറ്റ്. മനസ്സിലായില്ലേ? മനസ്സിലായി. ദെൻ ഒരു 8 പ്ലാനറ്റ് ഇല്ലേ സൂര്യന്? 8 മക്കളില്ലേ? ഇവരാരൊക്കെയാണ്? പറയാൻ പറ്റും? മുദ്ര ഓൾറെഡി EVS പഠിച്ചിട്ടുണ്ടോ? 8 പറയാൻ പറ്റും? ആ, പറഞ്ഞേ, 8 പറഞ്ഞേ. ആരൊക്കെയാണ്, എന്തൊക്കെയാണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. മിടുക്കി, 8 കൃത്യമായിട്ട് പറഞ്ഞു. യെസ്. എങ്ങനെ പഠിച്ചത്? സ്കൂളിൽ പഠിപ്പിച്ചു അല്ലെ? ഓക്കെ ഓക്കെ. ദെൻ ഈ പ്ലാനറ്റുകളുടെ ഓരോ പ്രത്യേകതകളും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഓർക്കുന്നുണ്ടോ? സാറ് നോക്കട്ടെ എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യത്തെ ആരോ പറഞ്ഞത്? മെർക്കുറി ആണല്ലേ പറഞ്ഞത്? അല്ലേ? മെർക്കുറി ആണ് പറഞ്ഞത്. മെർക്കുറിയുടെ പ്രത്യേകത എന്താ? എന്തായിരിക്കും മെർക്കുറിയുടെ പ്രത്യേകത? ആദ്യത്തെ പ്ലാനറ്റ് ആണല്ലേ? സണ്ണിന് ഏറ്റവും തൊട്ടടുത്തുള്ള പ്ലാനറ്റ് ആണല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ പ്ലാനറ്റ് ക്ലോസസ്റ്റ് ടു ദ സൺ എന്ന് പറയാം അല്ലെ? സൂര്യന് തൊട്ടടുത്തുള്ള പ്ലാനറ്റ് ആണ് ആര്? മെർക്കുറി. ഓക്കെ, പഠിച്ചല്ലോ. മെർക്കുറിയുടെ പ്രത്യേകത എന്താ? ദ പ്ലാനറ്റ് ക്ലോസസ്റ്റ് ടു ദ സൺ. യെസ്. സെറ്റ്. രണ്ടാമത്തത് മുദ്ര പറഞ്ഞു, എന്താണ്? വീനസ്. രണ്ടാമത്തെ വീനസ് ആണ്. വീനസിനെ നോക്കി. വീനസ് ഏകദേശം നമ്മുടെ സൂര്യന്റെ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്? ആ, സൂര്യന്റെ പോലെ തന്നെയാണ്. അതേ എക്സാക്ട് കോപ്പി പോലെയാണ് വീനസ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രത്യേകത അവിടെ വെച്ച് മനസ്സിലാവും. അതായത് സൂര്യൻ എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണല്ലേ? അല്ലെ? സൂര്യൻ ഭയങ്കര ചൂടാണ്. അപ്പൊ വീനസും എന്ത് തന്നെയായിരിക്കും? ഭയങ്കര ചൂടനായിരിക്കും. കാരണം സൂര്യനെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ വീനസിനെ നമുക്ക് എന്ത് വിളിക്കാം? ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് എന്ന് വിളിക്കാം അല്ലെ? ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് എന്ന് നമ്മുടെ വീനസിനെ വിളിക്കാം. ഓക്കെ, പഠിച്ചോ? ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ് നമ്മുടെ വീനസ് എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയാണ് കൂടുതൽ ഏറ്റവും സുന്ദരൻ അല്ലെ? എത്രയും ഭംഗിയുള്ള വേറെ ഏത് ഗ്രഹമുള്ളത്? ഏറ്റവും ഭംഗിയാണല്ലേ ഭൂമിനെ കാണാൻ? നല്ല ഭംഗിയാ അല്ലെ? കളർഫുൾ ആയിട്ടുള്ള പച്ച, മഞ്ഞ, നീല, വെള്ള, പല കളറുകൾ ഉണ്ട് അല്ലെ? അപ്പൊ ഭൂമി ആക്ച്വലി എന്താ? നമ്മുടെ വീടാണല്ലേ? അല്ലെ? നമ്മൾ താമസിക്കുന്നത് എവിടെയാ? ഭൂമിയിലാണ് അല്ലെ? നമ്മൾ താമസിക്കുന്നത്
ഭൂമിയിലാണ്. അപ്പൊ നമുക്ക് ഭൂമിനെ എന്ത് വിളിക്കാം? അവർ ഹോം എന്ന് വിളിക്കാം അല്ലെ. അവർ ഹോം പ്ലാനറ്റ് എന്ന് വിളിക്കും. നമ്മുടെ വീടാണല്ലേ ഭൂമി അല്ലെ, നമ്മുടെ വീടാണ് ഭൂമി. അറിയാം, നമുക്കറിയാം. ദെൻ അടുത്തത് ആരാ? മാഴ്സ്. മാഴ്സിന്റെ പ്രത്യേകത, മാഴ്സ് മിഠായി വെച്ചിട്ടുണ്ടോ? മുദ്ര ഇല്ല അല്ലെ. മാഴ്സ് മിഠായി, മാഴ്സിന് മിഠായി ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബ്ലാക്ക് കളറില് കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടുണ്ട്. എന്ത് മിഠായിയുടെ കാര്യം പറഞ്ഞു, എന്താ ശരിയല്ലേ അല്ലേ? ദെൻ ഈ മാഴ്സിന്റെ പ്രത്യേകത എന്താ? മാഴ്സിന്റെ കളർ എന്താ? റെഡ് ആണല്ലേ. മാഴ്സിന്റെ കളർ റെഡ് ആണ്. അപ്പോ എന്തായിരിക്കും പ്രത്യേകത? ദ റെഡിഷ് പ്ലാനറ്റ്. ചുവന്ന ഗ്രഹമാണ് ആര്? മാഴ്സ് എന്ന് പറയുന്നത്. ദ റെഡിഷ് പ്ലാനറ്റ് ആണ് ആര്? നമ്മുടെ മാഴ്സ് എന്ന് പറയുന്നത് റെഡിഷ് പ്ലാനറ്റ് ആണ്. ഓക്കെ. ദെൻ അടുത്തത് ആരാ? ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിന്റെ പ്രത്യേകത മുദ്രയ്ക്ക് അറിയാം, എനിക്കറിയാം, മുദ്രയ്ക്ക് അറിയാം. എന്താ? ദ ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് അല്ലേ. ഏറ്റവും വലിയ പ്ലാനറ്റ് ആണ് നമ്മുടെ ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. ദ ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ആണ് ആര്? ജൂപ്പിറ്റർ അല്ലെ. ദ ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ആണ് ജൂപ്പിറ്റർ. ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ്, വലിയ വലിയ ഗ്രഹം. ദെൻ സാറ്റേൺ. സാറ്റേൺ മറ്റാർക്കും ഇല്ലാത്ത പ്രത്യേകതയാണ്. യെസ്, വളയങ്ങൾ ഉണ്ടല്ലേ. വളയങ്ങൾ എന്ന് പറയുമ്പോൾ റിങ്സ്, നമ്മൾ മോതിരിടാറുള്ള പോലെ ഈ ഒരു ഗ്രഹത്തിന് മാത്രം എന്തുണ്ട്? ഒരു മോതിരം ചുറ്റുണ്ട്. ഈ ഒരു ഗ്രഹത്തിന് മാത്രമല്ല, യുറേനസിന് ഉണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. യുറേനസിനുണ്ട്, പക്ഷെ സാറ്റേണിന്റെ ആണ് വിസിബിൾ ആയിട്ടുള്ള ഒരു റിംഗ് ഉള്ളത്. ഓക്കെ, സാറ്റേണിന്റെ ആണ് വിസിബിൾ ആയിട്ടുള്ള റിംഗ് ഉള്ളത്. അപ്പൊ നമുക്ക് സാറ്റേൺ എന്തിനാണ് ഫേമസ്? ഫേമസ് ഫോർ ഇറ്റ്സ് റിംഗ്സ് അല്ലെ. ഫേമസ് ഫോർ ഇറ്റ്സ് റിംഗ്സ്. ഫേമസ് ഫോർ ഇറ്റ്സ് റിംഗ്സ്. മോതിരത്താൽ എന്ത് ഫേമസ് ആണ്. സാറ്റേൺ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് സാറ്റേണിന് ഒരു മോതിരമുണ്ട് അല്ലെ. സാറ്റേണിന് ഒരു മോതിരമുണ്ട്. ഓക്കെ. ദെൻ അടുത്തത് എന്താ? യുറേനസ്. യുറേനസിന്റെ പ്രത്യേകത എന്താ? യുറേനസിന്റെ പ്രത്യേകത എന്താ? പോർട്ടങ്ങട് അറിയാം. കിട്ടി. ഓക്കെ. യുറേനസിന്റെ പ്രത്യേകത, യുറേനസ് ഭയങ്കര തണുപ്പായിരിക്കും. യുറേനസ് പ്ലാനറ്റിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ കോഴിക്കോടുള്ള ടെമ്പറേച്ചർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 38 ഡിഗ്രിയും 39 ഡിഗ്രി ഒക്കെ ടെമ്പറേച്ചർ വരും. അത് ചൂട് ടെമ്പറേച്ചർ വരും. പക്ഷെ യുറേനസ് എന്ന് പറയുമ്പോ ഐസ് എത്രയാണെന്നറിയോ? ഐസിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്നറിയോ മുദ്രയ്ക്ക്? ഐസ് കട്ടില്ലേ, ഫ്രിഡ്ജിലിരിക്കുന്ന ഐസ് കട്ട, അതിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്നറിയോ? അത് ഏകദേശം ഒരു 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പിന്നെ മൈനസിലോട്ട് പോകും. -1 -2 എന്നൊക്കെ പറഞ്ഞ് പോകും. ഓക്കെ. -0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഐസ് എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ചുറ്റുള്ള ചൂട്, ആ ചൂടൊക്കെ ഒരു 38 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും. പക്ഷെ യുറാനസ് എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? യുറാനസ് എന്ന് പറയുന്നത് -224 ഡിഗ്രിയാണ്. -224 ഡിഗ്രി, അത്രയും കുറവാ. നമ്മളൊക്കെ അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐസായിട്ട് മാറും. പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഐസായിട്ടായിട്ട് നമ്മളിങ്ങനെ അനങ്ങാതിരിക്കും, നമ്മൾ മരിച്ചു. അപ്പൊ യുറാനസിന് നമുക്ക് പോകാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ യുറാനസ് എന്ന് പറയുന്നത് ദ കോൾഡസ്റ്റ് പ്ലാനറ്റ് ആണ്. ഓക്കെ, ദ കോൾഡസ്റ്റ് പ്ലാനറ്റ് ആണ് ആര്? യുറാനസ്. മനസ്സിലായോ? ദ കോൾഡസ്റ്റ്, വളരെ തണുപ്പുള്ള ഒരു പ്ലാനറ്റ്. കൂടാതെ നമുക്ക് എന്ത് പറയാം? റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് സൈഡ് എന്നും കൂടെ പറയാം. റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് സൈഡ്. കാരണം യുറേനസ് കുറച്ച് ചെരിഞ്ഞിരിക്കും. ഇങ്ങനെ മറ്റുള്ള ഗ്രഹങ്ങളെ പോലെ അല്ല, യുറേനസ് ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞിരിക്കും. അതാണ് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അവസാനത്തേത് ആരായിരിക്കും? നെപ്റ്റ്യൂൺ. യെസ്, നെപ്റ്റ്യൂൺ. ഏകദേശം ഭൂമിയുടെ പോലെ തന്നെയാണ് അല്ല, ഏകദേശം കംപ്ലീറ്റ്ലി ഭൂമിയുടെ പോലെ അല്ല, എങ്കിലും കാണുമ്പോ ഭൂമിയുടെ പോലെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നെപ്റ്റ്യൂണിന്റെ പ്രത്യേകത എന്താ? സൂര്യനിൽ നിന്ന് വളരെ അകലെയുള്ളത്. അതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ദ ഫാർദസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയും. ദ ഫാർദസ്റ്റ് പ്ലാനറ്റ് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള പ്ലാനറ്റ് ആണ് ആര്?
സണ്ണ്, സോറി നെപ്റ്റ്യൂൺ. ഓക്കെ, നെപ്റ്റ്യൂൺ പഠിച്ചല്ലോ. ദെൻ ഒരാളും കൂടെ ഉണ്ട്, പ്ലൂട്ടോ. 9ാമത്തെ ഗ്രഹം. പക്ഷെ നമ്മൾ അവനെ ഗ്രഹത്തിൽ പെടുത്തിയിട്ടില്ല, വളരെ ചെറുതായതുകൊണ്ട് അവനെ നമ്മൾ അകറ്റി നിർത്താണ്. പ്ലൂട്ടോ പോട്ടെ, പ്ലൂട്ടോണ് നമുക്ക് വേണ്ട. ഓക്കെ, 9ാമത്തെ ഗ്രഹം ആയിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ അവനെ ഗ്രഹമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, ഒരു പ്ലൂട്ടോ, അവർ പ്ലൂട്ടോ. ഓക്കെ, യെസ്. ദെൻ സാർ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സെലസ്റ്റിയൽ ഫ്രണ്ട്സ്, ആകാശത്ത് നക്ഷത്രങ്ങൾ ഉണ്ട് അല്ലെ. ഈ നക്ഷത്രങ്ങള് തിളങ്ങാറില്ലേ? നക്ഷത്രങ്ങൾ ഇങ്ങനെ രാത്രി നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മാത്രം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാം. അതെന്തുകൊണ്ടാ? കൂടാതെ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നുന്ന പോലെ തോന്നിട്ടില്ലേ? മിന്നിത്തിൻ്റെ നക്ഷത്രങ്ങൾ ഇല്ലേ, നക്ഷത്രങ്ങൾ മിന്നുന്ന പോലെ. അതെന്തുകൊണ്ടാ അറിയോ? സാറ് പറഞ്ഞുതരാം. ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് സെൽഫ് ലൂമിനസ് സെലസ്റ്റിയൽ ബോഡീസ് ആണ്. എന്തായിരിക്കും അപ്പോ സെൽഫ് ലൂമിനസ് എന്ന് പറഞ്ഞാൽ? സെൽഫ് ലൂമിനസ് എന്ന് പറഞ്ഞാൽ, സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട്, ലൂമിനസ് എന്ന് പറഞ്ഞാൽ വെളിച്ചമാണെന്ന് വിചാരിക്കാം. സ്വന്തമായിട്ട് വെളിച്ചം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളവരാണ് ആര്? സ്റ്റാർസ്. ഓക്കെ, സ്വന്തമായിട്ട് വെളിച്ചം ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആകാശത്തുള്ളൊരു സെലസ്റ്റിയൽ ബോഡിയാണ് നമ്മുടെ ആര്? സ്റ്റാർ. ഓക്കെ, സ്റ്റാർ. ഇനി എന്തുകൊണ്ടാണ് ഈ സ്റ്റാർസ് മിന്നിത്തിളങ്ങുന്നത്? നമുക്ക് നോക്കാം എന്തുകൊണ്ടായിരിക്കുന്നത്. മുദ്ര ക്രീം ബിസ്ക്കറ്റ് കഴിക്കാറുണ്ടോ? ക്രീം ബിസ്ക്കറ്റ് കഴിക്കാറുണ്ട് അല്ലേ? ഇഷ്ടാണോ? ഇഷ്ടാണ്. ക്രീം ബിസ്ക്കറ്റിന് എത്ര ലെയർ ഉണ്ട്? 3 ലെയേഴ്സ് ഉണ്ട് അല്ലേ? ക്രീം ബിസ്ക്കറ്റിന് 3 ലെയേഴ്സ് ഉണ്ട്. ആദ്യം ബിസ്ക്കറ്റ്, പിന്നെ ക്രീം, പിന്നെ ബിസ്ക്കറ്റ്. അങ്ങനെ 3 ലെയേഴ്സ് ഉണ്ടല്ലേ ക്രീം ബിസ്ക്കറ്റിന്. മിടുക്കി. അതേപോലെ തന്നെ എർത്തിന് പുറമെ, എർത്തിന്റെ പുറം അറ്റ്മോസ്ഫിയറിൽ എത്ര ലെയറുകൾ ഉണ്ടെന്ന് അറിയോ? ഇതേപോലെ 5 ലെയറുകൾ ഉണ്ട്. ആരൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. 5 ലെയറുകൾ. ഏതൊക്കെയാണ് പറഞ്ഞേ? കേട്ടെ പറഞ്ഞേ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, പിന്നെ എക്സോസ്ഫിയർ. 5 എണ്ണം. ഒന്നും കൂടെ പറഞ്ഞേ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ഫിയർ മാത്രമേ വരുന്നുള്ളൂ, സ്ട്രാറ്റോ അവിടെ പോയി. ഒന്നും കൂടി പറ. സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലേ? എക്സോസ്ഫിയർ ചാടി കയറി പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇനി എങ്ങനെയാണ് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നത് നോക്കാം. നമുക്ക് നോക്കാം. യെസ്, ഇതാണ് നക്ഷത്രം. ഈ നക്ഷത്രത്തിന് സ്വന്തമായിട്ട് വെളിച്ചം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സാർ തൊട്ട് മുന്നേ പറഞ്ഞു അല്ലെ? നക്ഷത്രത്തിന് സ്വന്തമായിട്ട് വെളിച്ചം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ വെളിച്ചം നോക്കിയേ ആദ്യം എങ്ങോട്ടാ കിടക്കുന്നേ? എക്സോസ്ഫിയറിലോട്ട് എത്തും. എക്സോസ്ഫിയർ ലെയറിലോട്ട് എത്തും. അത് കഴിഞ്ഞ് അത് ട്രോപ്പോസ്ഫിയറിലോട്ട് കടക്കുമ്പോൾ എന്ത് ചെയ്യും? വളയും, കുറച്ച് ബെൻഡ് ചെയ്യും. കണ്ടോ? തെർമോസ്ഫിയറിൽ മീസോസ്ഫിയറിലോട്ട് കിടക്കുമ്പോൾ പിന്നെയും അത് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും, വളയും. പിന്നെ മീസോസ്ഫിയറിൽ നിന്ന് സ്ട്രാറ്റോസ്ഫിയറിലോട്ട് കിടക്കുമ്പോൾ പിന്നെയും അത് ബെൻഡ് ചെയ്യും. സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് ട്രോപ്പോസ്ഫിയറിലോട്ട് കിടക്കുമ്പോൾ പിന്നെയും അത് ബെൻഡ് ചെയ്യും. ട്രോപ്പോസ്ഫിയറിൽ നിന്ന് ഭൂമിയിലോട്ട് കിടക്കുമ്പോൾ പിന്നെയും അത് ബെൻഡ് ചെയ്യും. ഇങ്ങനെ വളഞ്ഞു വരും. കണ്ടോ? ലൈറ്റ് ഇങ്ങനെ ഓരോ ലെയറിലൂടെ കടന്നു പോകുമ്പോൾ അതിങ്ങനെ ബെൻഡ് ചെയ്ത് വരും. കേട്ടോ? ബെൻഡ് ചെയ്ത് വരും. ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ലൈറ്റിന്റെ സ്പീഡ് ഓരോ ലെയറിലും ഡിഫറെന്റാ. എക്സോസ്ഫിയറിലുള്ള ലൈറ്റിന്റെ സ്പീഡ് ആയിരിക്കില്ല തെർമോസ്ഫിയറിലുള്ള ലൈറ്റിന്റെ സ്പീഡ്. തെർമോസ്ഫിയറിലുള്ള ലൈറ്റിന്റെ സ്പീഡ് ആയിരിക്കില്ല മീസോസ്ഫിയറിലുള്ള ലൈറ്റിന്റെ സ്പീഡ്. അങ്ങനെ ഓരോ ലെയറിലും ഡിഫറെന്റ് സ്പീഡ് ആയിരിക്കും. അങ്ങനെ സ്പീഡ് മാറുമ്പോൾ നക്ഷത്രം ബ്രൈറ്ററായി
ഡിമ്മായി, ബ്രൈറ്ററായി ഡിമ്മായി. അങ്ങനെ നമുക്ക് ഭൂമിയിലുള്ള ആൾക്ക് എന്ത് ചെയ്യും, അങ്ങനെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നക്ഷത്രം മിന്നി തിളങ്ങുന്നത്. മനസ്സിലായോ? ആ, മനസ്സിലായി. ഇതൊക്കെ നമ്മൾ വലിയ വലിയ ക്ലാസ്സുകളിലോട്ട് കിടക്കുമ്പോൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ എത്തുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി വലുതായിട്ട് പഠിക്കും. ഓക്കെ, വലുതായിട്ട് എന്താണ് ഇതിന്റെ ഫിസിക്സിന്റെ പുറമിലുള്ള, ഇപ്പൊ നമ്മൾ ബേസിക് സയൻസ് ആണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഇനി 8ാം ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞ് 3ആയിട്ട് തിരിക്കും. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ പഠിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ. നമുക്ക് ഇപ്പൊ ഇത്രയും പഠിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഓരോ ലെയറിലൂടെയും ലൈറ്റ് കിടക്കുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും, ബെൻഡ് ചെയ്ത് വരും, ലൈറ്റിന് ഡീവിയേഷൻ സംഭവിക്കും. അതിനെ ബ്രൈറ്ററായി ഡിമ്മറായിട്ട് വരുന്നതിന് കാരണം ലൈറ്റിന്റെ സ്പീഡ് ഡിഫറെന്റ് ആണ്. ലൈറ്റിന്റെ സ്പീഡ് ഡിഫറെന്റ് ആണ്. ഓക്കെ, പഠിച്ചില്ലേ? ഓക്കെ, സെറ്റ്. ദെൻ കോൺസ്റ്റലേഷൻ എന്താന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവുമല്ലോ, EVS പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്താണ് കോൺസ്റ്റലേഷൻ? ഇല്ലേ, കേട്ടിട്ടില്ല? കോൺസ്റ്റലേഷൻ, ഈ ഒരു പേര് ഒന്ന് പറഞ്ഞേ, ഈ പേരെന്ന് പറഞ്ഞേ, കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞേ. കോൺസ്റ്റലേഷൻ, കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇങ്ങനെ ആകാശത്ത് നക്ഷത്രങ്ങൾ ഇങ്ങനെ കണ്ടോ, നക്ഷത്രങ്ങൾ ഇങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ട്. ഈ നക്ഷത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യാ, ഈ ഒരു പോയിന്റിൽ വെച്ച് ഈ ഒരു പോയിന്റിലോട്ട് നമ്മൾ കൂട്ടിമുട്ടിക്കുന്നു, നക്ഷത്രത്തിലോട്ട്. ഈ ഒരു നക്ഷത്രത്തിൽ നിന്ന് ഈ നക്ഷത്രത്തിലോട്ട് വരയ്ക്കുന്നു, ഇതിൽ നിന്ന് ഇങ്ങോട്ട്, ഇതിൽ നിന്ന് ഇങ്ങോട്ട്, 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 ഇങ്ങോട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്പൂൺ പോലെയുള്ള ഒരു ഷേപ്പ് കിട്ടിയില്ലേ? ഇല്ലേ, ഒരു സ്പൂൺ പോലെ ഒരു ഷേപ്പ് കിട്ടി. അപ്പോ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ നമ്മളിങ്ങനെ ലൈൻസ് ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷേപ്പ് കിട്ടും. അങ്ങനെയുള്ള ഷേപ്പുകളെയാണ്, അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെയാണ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കി നമുക്ക്. കോൺസ്റ്റലേഷൻസ് ആർ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് imagined into shapes by joining them together using lines. കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗ്രൂപ്പ് ഓഫ് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, then imagined into shapes by joining them. ഈ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിന് നമ്മളെ ഇങ്ങനെ ലൈൻസ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാണ്. ഓക്കെ, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോൺസ്റ്റലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ പല ഷേപ്പുകളിലുള്ള കോൺസ്റ്റലേഷൻ ഓരോ പേരുകൾ പറയും. നമുക്കൊരു കോൺസ്റ്റലേഷൻ നോക്കാം. കണ്ടോ, എന്താണിത്? ഒരു വേട്ടക്കാരൻ അമ്പെയ്യാൻ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? തോന്നുന്നില്ലേ? ഒരു ഹണ്ടറിന്റെ പോലെ തോന്നുന്നില്ലേ? ഇല്ലേ? യെസ്, ഒരു വേട്ടക്കാരന്റെ പോലെ തോന്നുന്നുണ്ടല്ലേ? അപ്പൊ സാറിന് മുന്നേ കാര്യം ചോദിക്കാം. മുദ്രനെ വീട്ടിൽ എന്താ വിളിക്കാറ്? കുട്ടു എന്നാണല്ലോ വിളിക്കാറ്. അതേപോലെ തന്നെ സാറിന്റെ പേര് ആശിഷനാണെന്നുണ്ടെങ്കിൽ പോലും സാറിന്റെ വീട്ടിൽ ആശി എന്ന് വിളിക്കാറ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസ്റ്റലേഷന്റെ യഥാർത്ഥത്തിലുള്ള പേര് ഓറിയോൺ എന്നാണ്. എന്താണ്? ഓറിയോൺ. ഇങ്ങനെ ഒരു ഷേപ്പ് കണ്ടാൽ അതെന്താണ്? ഓറിയോൺ. ഈ ഓറിയോണെ നമ്മൾ ചെല്ലപ്പേരിട്ട് വിളിക്കും. എന്താണെന്നറിയോ? ഹണ്ടർ. നമുക്ക് നിക് നെയിംസ് ഇല്ലേ? ഇപ്പൊ മുദ്രേനെ കുട്ടു എന്ന് വിളിക്കുന്ന പോലെ ഓറിയോണിനെ ഹണ്ടർ എന്ന് പേരിട്ട് വിളിക്കും. കാരണം നിൽക്കുന്ന നോക്കി കണ്ടോ, വേട്ടക്കാരൻ അമ്പയാ നിൽക്കുന്ന പോലെ, ബാഹുബലി അമ്പ് പിടിച്ചു നിൽക്കുന്ന പോലെ ആണല്ലേ പിടിച്ചു നിൽക്കുന്നേ. അപ്പോ ഈ ഒരു ഹണ്ടറിന്റെ യഥാർത്ഥ നാമം ഓറിയോൺ എന്നാണ്. ഓക്കെ, ഓറിയോൺ. നമുക്ക് ഇവനെ ആകാശത്ത് എപ്പോഴൊക്കെ കാണാൻ പറ്റുമെന്നറിയോ? നോക്കിക്കേ, ജനുവരി മാസത്തില് കണ്ടോ, ജനുവരി മാസത്തില്, ഫെബ്രുവരി മാസത്തില്, മാർച്ച് മാസത്തില്, ഈ മാസത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഹണ്ടറിനെ കാണാൻ പറ്റും. ആകാശത്ത് നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നക്ഷത്രങ്ങൾ ഇതേ ഷേപ്പിൽ നിൽക്കുന്ന പോലെ തോന്നും. ഇടയിൽ ഇങ്ങനെ വരകൾ ഉണ്ടാവില്ല കേട്ടോ, വരകൾ ഉണ്ടാവില്ല. വരകൾ നമ്മൾ വരയ്ക്കുന്നതല്ലേ. നക്ഷത്രങ്ങൾ പക്ഷേ ഇവിടെ ഒരു നക്ഷത്രം, ഇവിടെ ഒരു നക്ഷത്രം, ഇവിടെ ഒരു നക്ഷത്രം, ഇവിടെ വലിയൊരു നക്ഷത്രം, ഒരു ചുവന്ന നക്ഷത്രം വരും. ഇങ്ങനെ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏത് മാസത്തില്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്. മിടുക്കി, എന്നിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലേ. ദെൻ നോക്കിക്കേ, തിരുവാതിര. ഈ ചുവന്ന നക്ഷത്രം കണ്ടോ, ചുവന്ന് വലുതായിട്ടിരിക്കുന്ന നക്ഷത്രം, ആ നക്ഷത്രത്തിന്റെ പേരാണ് എന്ത്? തിരുവാതിര. നമ്മുടെ മലയാളികളുടെ പേരാണ് തിരുവാതിര. ഓക്കെ, ഈ ഓറിയോൺ എന്ന് പറയുന്ന ഈ കോൺസ്റ്റലേഷനിലുള്ള ഈ ചുവന്ന നക്ഷത്രത്തിനെ വിളിക്കുന്ന പേരാണ് തിരുവാതിര.
പഠിച്ചോ? തിരുവാതിര. യെസ്, പഠിച്ചു. ഇത് മാത്രല്ല, വേറൊരു കോൺസ്റ്റലേഷൻ. ഇതിന് ഷേപ്പ് എന്താ? ഷേപ്പ് നോക്കിയേ, W പോലെ അല്ലേ? നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ് W പോലെ ഇരിക്കുന്നേ. ആ, ഈ W പോലെ ഇരിക്കുന്ന ഈ കോൺസ്റ്റലേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാസിയോപ്പിയ. 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 W പോലെ ഇരിക്കുന്ന ഈ കോൺസ്റ്റലേഷന്റെ പേരാണ് എന്ത്? കാസിയോപ്പിയ. ഓക്കെ. ദെൻ എപ്പോഴാണ് ഈ കാസിയോപ്പിയ നമുക്ക് ആകാശത്ത് കാണാൻ പറ്റുക? ഒക്ടോബർ മാസം മുതൽ ഡിസംബർ മാസം വരെ നമുക്ക് കാസിയോപ്പിയ ആകാശത്ത് കാണാൻ പറ്റും. ഓക്കെ, ഒക്ടോബർ മാസം മുതൽ ഡിസംബർ മാസം വരെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാസിയോപ്പിയനെ ആകാശത്ത് കാണാൻ പറ്റും. ഈ ഒരു ഷേപ്പിലെ നക്ഷത്രങ്ങള് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പഠിച്ചില്ലേ? പഠിച്ചില്ലേ? അതിന് ആര് ചോദിച്ചാലും ആകാശത്ത് W ഷേപ്പിൽ നക്ഷത്രം വന്നാൽ നമ്മൾ എന്ത് പറയും? ആ, ദേ കാസിയോപ്പിയ നിൽക്കുന്നു, അല്ലെ? ദേ കാസിയോപ്പിയ നിൽക്കുന്നു. ഓക്കെ, യെസ്. ദെൻ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ആര്? മൂൺ. യെസ്, മൂൺ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ മൂണിനെ. അല്ല, മൂണിന് ഇഷ്ടമില്ലാത്ത ആരുണ്ട്? സീറോ ഹേറ്റേഴ്സ് ആണ് നമ്മുടെ മൂണിന്. എല്ലാ മക്കൾക്കും ഇഷ്ടമായിരിക്കും മൂണിന്. അതിനു മുന്നേ സാറ് ചോദ്യം ചോദിക്കാം. ഇനി ചോദ്യം ചോദിക്കുന്ന സെഷനാണ്. മുദ്രയ്ക്ക് അറിയോ ഭൂമി എത്ര സമയം കൊണ്ടാണ് സൂര്യന് ചുറ്റും റൗണ്ട് അടിച്ചു വരുന്നതെന്ന്? ആ, 365 ഡേയ്സ് അല്ലേ? 365 ഡേയ്സ്, അതായത് 1 ഇയർ എന്ന് പറയാം നമുക്ക്. ഒരു വർഷം കൊണ്ടാണ് ഭൂമി സൂര്യന് ചുറ്റി വരുന്നത്. അതേപോലെ ഭൂമി സ്വന്തമായിട്ട് കറങ്ങുന്നത് എത്ര സമയം കൊണ്ടാ? യെസ്, 24 hours കൊണ്ടാണ് അല്ലെ? 24 hours കൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ 1 ഡേ. ഇനി സാറ് ചോദിക്കട്ടെ, മൂൺ ഭൂമിക്ക് ചുറ്റും എത്ര സമയം കൊണ്ടാ ചുറ്റി കറങ്ങുന്നേ? അറിയോ? ഭൂമിക്ക് ചുറ്റും മൂൺ കറങ്ങുന്നത് സാറ് കാണിച്ചു തരാം. എത്ര സമയം കൊണ്ടാണ്? 27 into 1/3 days. 27 ദിവസം കൊണ്ട്, 27 into 1/3 days കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മൂൺ ഭൂമിക്ക് ചുറ്റും റിവോൾവ് ചെയ്ത് വരുന്നത്. ഓക്കെ, പഠിച്ചില്ലേ? പഠിക്കണം. നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഈ മൂൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാന്നറിയോ? നമ്മുടെ ഭൂമിയുടെ ആരാണ് മൂൺ? സെലസ്റ്റിയൽ ബോഡി സംബന്ധിച്ചു സെലസ്റ്റിയൽ ബോഡിയാണ്. ഭൂമിക്ക് തൊട്ടടുത്തുള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയാണ് മൂൺ. പക്ഷെ ഭൂമിക്ക് മാത്രമല്ലേ മൂണുള്ളൂ? ഈ ഒരു മൂൺ ഭൂമിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോ ഭൂമിയുടെ ആക്ച്വൽ ആരാണ് ഇവൻ? സാറ്റലൈറ്റ് ആണ്. ഭൂമിയുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് ആര്? മൂൺ. മനസ്സിലായോ? ഭൂമിയുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് മൂൺ. സാറോട് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വായിക്കാം. The moon is the closest celestial body to the earth. കൂടാതെ the moon revolves around the sun. Earth. The moon revolves around to the earth. എർത്തിന് ചുറ്റും മൂൺ എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു. Then satellites are the celestial bodies which revolve around the planets. The moon is a satellite of the earth. എർത്തിന്റെ സാറ്റലൈറ്റ് ആണ് ആര്? മൂണ്. ഓക്കെ, പഠിച്ചു. Then the light of the sun that falls on the moon gets reflected. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? സാർ ആദ്യമേ പറഞ്ഞു സ്റ്റാർസിന് സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? സ്റ്റാർസിന് സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ മൂണിന് പറ്റുമോ? ഇല്ല. മൂണിന് സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് അറിയോ? എന്തുകൊണ്ടായിരിക്കും? മൂണില് അറ്റ്മോസ്ഫിയർ ഇല്ല. കൂടാതെ മൂൺ എങ്ങനെയാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സൂര്യന്റെ വെളിച്ചം ഉണ്ടല്ലോ, സൂര്യന്റെ വെളിച്ചം നേരെ വന്ന് മൂണിലോട്ട് തട്ടും. മൂൺ അതെന്ത് ചെയ്യും? നേരെ റിഫ്ലക്ട് ചെയ്ത് ഭൂമിയിലോട്ട് വിടും. സൂര്യന്റെ വെളിച്ചം നേരെ വന്ന് മൂണിലോട്ട് വീഴും. മൂണിൽ നിന്ന് നേരെ വന്നത് ഭൂമിയിലോട്ട് വന്ന് പതിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മൂൺ അവിടെ ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നും. ആക്ച്വലി മൂണിന് സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല.
മൂണിന്റെ വെളിച്ചം എന്ന് പറയുന്നത് എവിടത്തെയാ? സണ്ണിന്റെ വെളിച്ച. സണ്ണിൽ നിന്ന് മൂണിലോട്ട് എത്തുന്നു, മൂണിൽ നിന്ന് അത് എർത്തിലോട്ട് വരുന്നു. ഓക്കെ, യെസ്. ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് മേക്സ് ദ മൂൺ ഗ്ലോ ആൻഡ് വി സീ ഇറ്റ് ആസ് ദ ലൈറ്റ് ഓഫ് ദ മൂൺ. മൂണിലുള്ള ലൈറ്റ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ്, പ്രതിഫലിക്കുന്ന ലൈറ്റ് ആണ്. അത് എവിടെ നിന്ന് വരുന്നു? സണ്ണിൽ നിന്ന് വരുന്നു. ഓക്കെ, പഠിച്ചോ? യെസ്, പഠിച്ചു. ഓക്കെ, അപ്പോ സാറ് ചോദിക്കട്ടെ, മുദ്രയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? ഏതാ? മാത്സും ഇംഗ്ലീഷും. മിടുക്കി, മാത്സ് ഇംഗ്ലീഷാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് അല്ലേ? അപ്പൊ സാറ് ചോദിക്കട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ പഠിച്ചായിരുന്നോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ പഠിച്ചായിരുന്നു അല്ലെ? 5 × 5 എത്രയാ? 5 × 5 എന്ന് പറയുന്നത് 25 ആണ് അല്ലെ? 5 × 5 എന്ന് പറയുന്നത് 25 ആണ്. ഇനി സാറ് ചോദിക്കട്ടെ, 35 × 35 എത്രയാ? പറയാൻ പറ്റോ? പെട്ടെന്ന് പറയാൻ പറ്റോ? അല്ല, 35 × 35 70 അല്ല. അത് 35 + 35 അല്ലേ 70 വരുന്നേ. ഇത് മൾട്ടിപ്ലിക്കേഷനാ. സാറ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരട്ടെ എങ്ങനെ ചെയ്യാന്നുള്ളത്. വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരട്ടെ. മുദ്രയ്ക്ക് ഓൾറെഡി അറിയാം 5 × 5 എത്രയാണെന്ന് അറിയാം അല്ലെ? 25 ആണ്. അപ്പൊ ഈ 5ഉം ഈ 5ഉം 5 × 5 25 മുദ്ര അവിടെ എഴുതി വെച്ചു. ഓക്കെ, അവിടെ എഴുതി വെച്ചു. ദെൻ ഫസ്റ്റ് സംഖ്യ ഏതാ? 3 ആണല്ലേ? അല്ലെ? ഫസ്റ്റ് സംഖ്യ 3 ആണ്. 3 കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഏതാ? 4 ആണ്. 3 കഴിഞ്ഞാൽ 4. 1 2 3 4 അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 × 4. 3 × 4 എത്രയാ? 12. ആ 12 കൂടെ എഴുതി വെച്ചു. ഇതാണ് ഉത്തരം. എത്ര ഈസി ആയിട്ട് കണ്ടുപിടിച്ചേ. ഇതേപോലെ മുദ്രയ്ക്ക് ചെയ്യാൻ പറ്റുമോ? സാർ ഒരു എക്സാമ്പിൾ തന്നാൽ 45 × 45. വേഗം ബുക്കും പേപ്പർ എടുത്ത് ചെയ്ത് നോക്കി. ഇതേപോലെ ഇപ്പൊ സാർ ഈ പറഞ്ഞു തന്ന പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. ആദ്യം എന്താ സാറ് ചെയ്തായിരുന്നേ നോക്ക. ആദ്യം എന്താ സാറ് ചെയ്തായിരുന്നേ? 5 × 5 ചെയ്തു. അത് സാർ ഇവിടെ എഴുതി വെച്ചു 25 ആണ്. പിന്നെ സാർ ഏത് സ്റ്റെപ്പാ ചെയ്തേ? മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 × 5. അപ്പൊ എത്ര കിട്ടും? 20. മിടുക്കി എന്റെ പൊന്നെ, ഉത്തരം കണ്ടുപിടിച്ചു. ഇത്രേ ഉള്ളൂ. ഇതേപോലെയുള്ള ട്രിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ? യെസ്, ഇതുപോലെ ട്രിക്സും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഇപ്പൊ വരുന്നുണ്ട് 90+. അടുത്ത മാസം തൊട്ട് നമ്മള് ബേസിക് മാത്സും ദെൻ വേദിക് മാത്സും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. വേദിക് മാത്സും ബേസിക് മാത്സും. ഇപ്പൊ സാറി കാണിച്ചുന്ന ട്രിക്ക് ഇല്ലേ, ഈ ട്രിക്ക് എവിടെ പഠിപ്പിക്കുന്ന അറിയോ? വേദിക് മാത്സ് എന്ന് പറയുന്നതാണ് ഈ ട്രിക്ക്. നിങ്ങൾ ട്രിക്കുകള് കുഞ്ഞുമക്കളെ പഠിപ്പിക്കുന്നതാണ് വേദിക് മാത്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് മാത്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ ടേബിള്, ഡിവിഷൻ, അഡീഷൻ, ഫ്രാക്ഷൻസ് ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ ബേസിക് മാത്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ പഠിക്കേണ്ടത് നമുക്ക്. മാത്സ് ഇഷ്ടപ്പെട്ട സബ്ജക്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇതൊക്കെ ഇത്ര രസത്തില് ഇതേപോലെ വലിയ വലിയ സംഖ്യകള് ഇങ്ങനെ ഇത്ര ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ ഇത്? അല്ലേ? യെസ്, വലിയ കാര്യമാണ്. ഇതാരാണ്? റസീന. റസീന, പേര് മനസ്സിലാവുന്നില്ല. ഇതാരാണ്? പേരൊന്ന് വായിച്ചേ. അയ്യോ കേക്കുന്നില്ലടാ. ടൈപ്പ് ചെയ്യോ? ടൈപ്പ് ചെയ്യോ? ഷസാൻ. സഷാൻ. ഓക്കെ, ക്ലാസ് കഴിയാറായി. 8:15 ഇപ്പൊ നമ്മുടെ ക്ലാസ് തീരാണ്. പറ്റുന്നു. അതെ അല്ലേ? ഓക്കെ, അവരെന്തെങ്കിലും ബിസി ആയിരുന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ക്ലാസ് 8:15 വരെയാണ്. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. കുഴപ്പമില്ല, നാളെ ഒരു ക്ലാസ്സും കൂടെ നമുക്ക് കയറാം. ഷസാൻ, സഷാൻ. ഓക്കെ, സാറ് കുറച്ച് കാര്യങ്ങൾ പറയാം. അതിന് മുന്നേ സാറ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പൊ മുദ്രയുടെ പാരന്റ് അടുത്തുണ്ടോ? ഉണ്ടല്ല. കേൾക്കുന്നുണ്ടോ സാറ് പറയുന്നത്? സഷാന്റെ ഉമ്മയും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ,
അപ്പൊ സാർ ഒരു കാര്യം പറയാം, എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90+ ഇപ്പൊ നമ്മൾ കറന്റ്ലി ഓൺ ഗോയിങ് ആയിട്ടുള്ളത് വെക്കേഷൻ ക്ലാസ്സുകളാണ്. നമുക്കറിയാം കുട്ടികൾക്ക് വെക്കേഷൻ ആണ്, വെക്കേഷൻ ഉള്ള ടൈമിൽ അവർക്ക് കളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇറ്റ്സ് ഓക്കെ ഫൈൻ. അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അതായത് ആഴ്ചയിൽ 3 ക്ലാസ്സുകളാണ് ഇപ്പൊ കറന്റ്ലി ഉള്ളൂ. അതായത് 3 മണിക്കൂർ. നമുക്കറിയാം ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. 24 മണിക്കൂറിൽ 1 മണിക്കൂർ അവർ പഠിക്കുന്നതുകൊണ്ട് ഒരു തെറ്റും ഞാൻ പറയില്ല. ആസ് എ ടീച്ചർ 1 മണിക്കൂർ പഠിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. നമുക്കറിയാം നമ്മൾ കുട്ടികളെ ഓരോ സ്ഥലത്ത് സ്കൂളിൽ സ്കൂളിൽ ചേർക്കുന്ന തന്നെ അവരെന്തിനു വേണ്ടിയിട്ടാ, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ അവർ മാക്സിമം എൻജോയ് ചെയ്തോട്ടെ, മാക്സിമം എന്റർടൈൻമെന്റ്സ് ഒക്കെ കണ്ടെത്തിക്കോട്ടെ. പക്ഷെ അറ്റ്ലീസ്റ്റ് 1 അവർ എങ്കിലും അവരെന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് നമ്മുടെ വെക്കേഷൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. ഈ വെക്കേഷൻ ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോൾ കറന്റ്ലി ഈ ഏപ്രിൽ മന്തിൽ നമ്മൾ ചെയ്തായിരുന്നത് ലാംഗ്വേജ് ഫെസ്റ്റ് ആണ്. ലാംഗ്വേജ് ഫെസ്റ്റ് ആണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. ലാംഗ്വേജ് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഉണ്ട്, ബേസിക് ഹിന്ദി ഉണ്ട്, ബേസിക് ഇംഗ്ലീഷ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം കുട്ടികൾ സാധാരണ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, ഇപ്പോ എനിക്ക് വിശക്കുന്നു എന്ന് പറയാണ്, ഐ ആം ഹംഗ്രി. ഇതാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കാം. എനിക്ക് വിശക്കുന്നു, ഐ ആം ഹംഗ്രി. ആക്ച്വലി ഈ ഹംഗ്രി എന്നുള്ളതല്ല ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ. ഐ ആം സ്റ്റാവിങ് എന്ന് പറയും. ഐ ആം സ്റ്റാവിങ്, എനിക്ക് വിശക്കുന്നു. അതാണ് എൻ്റെ ആക്ച്വലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇഡിയംസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാക്കുകളും ഇതൊക്കെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നത്. ദെൻ ഈ മെയ് മന്തിൽ വരാൻ പോകുന്നത് നമ്മുടെ മാത്സ് ഫെസ്റ്റ് ആണ്. അതായത് വേദിക് മാത്സ് ഉണ്ട്, പ്ലസ് എന്തുണ്ട്, ബേസിക് മാത്സ് ഉണ്ട്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെഷൻസ് ഉണ്ട്, സെൽഫ് മാസ്റ്ററി ഉണ്ട്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ പേപ്പർ ഉപയോഗിച്ച് ഇപ്പോൾ പ്ലെയിൻ ഉണ്ടാക്കുക, വഞ്ചി ഉണ്ടാക്കുക, ഇതൊക്കെ അറിയായിരിക്കും. അത് മാത്രം നമ്മൾ ചെറുപ്പം തൊട്ട് പഠിപ്പിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ പാരന്റ്സിന് അറിയായിരിക്കും. എല്ലാവരും പ്ലെയിൻ ഉണ്ടാക്കുന്നു, വഞ്ചി ഉണ്ടാക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതേപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾ പൂക്കൾ ഉണ്ടാക്കുക, നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ പൂക്കളൊക്കെ ഉണ്ടാക്കുക, ദെൻ ബോട്ടിൽ ആർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെഷനിൽ നമ്മൾ നടത്തുന്നുണ്ടാവാം. ദെൻ സെൽഫ് മാസ്റ്ററി ക്ലാസ്സുകൾ. സെൽഫ് മാസ്റ്ററി എന്ന് പറയുമ്പോൾ അവിടെ പാരന്റ്സിനും അറ്റൻഡ് ചെയ്യാം. പാരന്റ്സിനും കൂടിയിട്ടുള്ള ക്ലാസ്സുകളാണ് സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്നത്. അതായത് കുട്ടികളുടെ ഭാവി മെച്ചപ്പെടുത്താനായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് സെൽഫ് മാസ്റ്ററിയിൽ നമ്മൾ കൊടുക്കുന്നത്. ദെൻ മെയിൻലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് AI കോഴ്സ് ആണ്. കേട്ടോ മുദ്ര, സഷാൻ, AI കോഴ്സ് ആണ് നമ്മൾ മെയിൻലി കൊടുക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, ഈ CBSE സ്റ്റുഡൻസ് ദെൻ സ്റ്റേറ്റ് സ്റ്റുഡൻസ്, അവിടെയുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയോ? സ്റ്റേറ്റ് ഒട്ടും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. സ്റ്റേറ്റ് എപ്പോഴും ഹൈ ആണ്, എപ്പോഴും ടോപ്പാണ്. പക്ഷെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്കും CBSE സിലബസിലെ കുട്ടികൾക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതാനായിട്ട് സ്റ്റേറ്റ് സിലബസിനെക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് CBSE കുട്ടികൾക്ക് പറ്റും. കാരണം എന്താണെന്നറിയോ? CBSE സിലബസിലെ കുട്ടികൾക്ക് എപ്പോഴും എക്സാമിന് വരുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അവരുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ സ്റ്റേറ്റ് സിലബസിൽ ഇതുവരെ, കഴിഞ്ഞ വർഷത്തിന് മുന്നേ വരെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ കുട്ടികൾ ഡയറക്റ്റ്ലി പഠിക്കുന്നു, അത് തന്നെ പോയി എഴുതുന്നു. ആ ഒരു മോഡായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ ഗവൺമെന്റ് കഴിഞ്ഞ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറ്റിയപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഗവൺമെന്റ്, അതായത് സ്റ്റേറ്റ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ് സിലബസിന് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം CBSE വന്നു, കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റേറ്റില് വന്നത്. അതേപോലെ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ CBSE 3ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് AI എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അവർക്കത് പഠിക്കാനുണ്ട്. അധികം വൈകാതെ തന്നെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്കും അത് വരും. അപ്പൊ അത് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് AI കോഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. 90+ലെ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് AI കോഴ്സ് ഫ്രീ ആണ്. അതായത് നിങ്ങൾ പുറമേ പോയി ഏതൊരു സ്ഥലത്ത് വേണമെങ്കിലും നിങ്ങൾ കുട്ടികളെ AI പഠിപ്പിക്കാൻ ചേർത്തിക്കോ, മിനിമം ഒരു എമൗണ്ട്, മിനിമം 25,000 rupees അവിടെ കെട്ടിവെക്കേണ്ടി വരും, ഉറപ്പാണ്. ഈ ഒരു കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. 90+ലെ കുട്ടികളാണോ? ഫ്രീ ആണ്, കോഴ്സ് ഫ്രീ ആണ്. നമ്മുടെ സ്റ്റുഡൻസിന് നിങ്ങൾ എന്തായാലും ട്യൂഷൻ ഫീസ് അടയ്ക്കുന്നുണ്ട്, ആ ഫീ മാത്രമേ ഉള്ളൂ, എക്സ്ട്രാ ഫീ എമൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സ് മാക്സിമം കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കാം. കാരണം
ഇവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇപ്പോ AI വന്നതോടുകൂടി ഐ ടി ജോബുകളിലുള്ളവരുടെയൊക്കെ പണി പോയി തുടങ്ങി. ഓഫ് കോഴ്സ് ഒരുപാട് പേരുടെ ജോലി പോയി. നമ്മൾ ന്യൂസിലും കാര്യങ്ങളൊക്കെ കാണാം AI കാരണം ജോലി പോയി എന്നുള്ളത്. അപ്പൊ നമ്മള് ഒരു മുഴം ഓടുന്ന നമ്മളങ്ങനെ പറയും, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നെന്ന് പറയും, അതേപോലെ പഴഞ്ചൊല്ല് പറയും. അതേപോലെ നമുക്ക് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് തൊട്ട് മുന്നേ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ഭാവി, കുട്ടികളുടെ ഭാവി എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾക്ക് സെറ്റ് ആക്കാൻ പറ്റുക നമ്മൾ ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങണം. AI എന്ന് പറയുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. നമ്മൾ ഇതുവരെ പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് വർഷം മുന്നേ വരെ നമ്മൾ കയ്യിൽ ക്യാഷ് ആയിരുന്നു എല്ലാവരും കൊടുത്തായിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല, എല്ലാ പേയ്മെന്റ്സും നമ്മൾ ഗൂഗിൾ പേ ത്രൂ ആണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മാറ്റം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ വരും നമ്മൾ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അത്ര അഡ്വാൻസ്ഡ് ആയി. ഇനി അഡ്വാൻസ്ഡ് ആവാൻ ഒരുപാടൊക്കെ എടുക്കുന്നത്. അതിൽ മെയിൻ ആയിട്ടൊരു പങ്ക് വഹിക്കാൻ പോകുന്നത് AI ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോഴ്സ് കുട്ടികളെ മാക്സിമം പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഇതൊരിക്കലും വെക്കേഷൻ ക്ലാസ് പോലെ 2 മാസം കൊണ്ട് തീരുന്നതല്ല കേട്ടോ. AI കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 1 ഇയർ കോഴ്സാണ്, ഒരു വർഷത്തെ കോഴ്സാണ്. ഒരു വർഷം എല്ലാ സൺഡേസിലും AI കോഴ്സ് ഉണ്ടാകും. കൂടാതെ ഈ AI പഠിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് എന്ത് കിട്ടും? ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. 1 ഇയറിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഫോണുകളിലൊക്കെ ഉണ്ട്, വാട്സാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മെറ്റ AI, ദെൻ ഗൂഗിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ജെമിനി, ദെൻ ചാറ്റ് GPT, ഇങ്ങനെ ഒരുപാട് AI ഉണ്ട്. ഇത് മാത്രമല്ല, ഇത് കൂടാതെ ഇനിയുണ്ട് AIs. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ ഒരു പഠനമാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. മാക്സിമം കുട്ടികളെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേറെ എവിടെയെങ്കിലും പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടോ? ഞങ്ങൾക്ക് AI വേണ്ട സാർ, ഓക്കെ, കുഴപ്പമില്ല. ഞാൻ നിർബന്ധിക്കില്ല, ഒരിക്കലും നിർബന്ധിക്കില്ല. ഞാൻ ജസ്റ്റ് ഇൻഫോർമേഷൻ തന്നു മാത്രം. നിങ്ങൾ മാക്സിമം കുട്ടികളെ AI ഒക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് അവരുടെ ഭാവി എന്ന് പറയുന്നത് സെറ്റ് ആക്കി എടുക്കാൻ പറ്റില്ല. അവർ ഒരിക്കലും ചോദിക്കരുത് നമ്മുടെ അടുത്ത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങളെ AI നിങ്ങൾ പഠിപ്പിച്ചില്ല എന്ന് ഒരിക്കലും പാരന്റ്സിനോട് ഒരു ചോദ്യം അവർ ചോദിക്കാൻ നിൽക്കരുത്. കാരണം AI ആണ് ഇനി വരാൻ പോകുന്ന എല്ലാം. AI ആയിരിക്കും. അത് നിങ്ങൾ എഴുതി വെച്ചാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്ക് എപ്പോഴും AI ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ രണ്ടുപേർക്കും പറയാൻ പറ്റില്ല. സഷാൻ ക്ലാസ് കേട്ടിട്ടില്ല. ദെൻ മുദ്രയ്ക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടായിരുന്നോ? പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായായിരുന്നോ? ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പൊ സാറിനെ ഇനി കാണണ്ടേ? ഓക്കേടാ. അപ്പൊ സാർ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സഷാൻ ക്ലാസ്സിൽ ഇനി ഒരു ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിലും കൂടെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ക്ലാസ്സുകൾ എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാകും. ഓക്കെ ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സാറ് പോവാണ്, മുദ്ര ആൻഡ് സഷാൻ. ഓക്കെ, അപ്പോ രണ്ടാൾക്കും ടാറ്റ, ബൈ ബൈ, സി യു.